കടൽ തീരത്ത് അവൻ എത്തിക്കഴിഞ്ഞപ്പോൾ, യേശു എത്തിക്കഴിഞ്ഞപ്പോൾ ആ സാഹചര്യത്തിൽ ആ കടലിൻ്റെ അരികിൽ ആ വഞ്ചിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്, ദൈവിക കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടേ ഞാൻ വചനം പ്രഘോഷിക്കുകയുള്ളൂ, അതിനൊക്കെ ഒരു സാഹചര്യം വേണമെന്നല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. എവിടെയാണോ സാഹചര്യം കിട്ടുന്നത്, 2-3 പേര് കിട്ടുമ്പോൾ അവിടെ അവൻ ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ അരികിൽ സംസാരിക്കാൻ വരുന്നവരാകാം, നമ്മുടെ അരികിൽ രോഗാവസ്ഥയെക്കുറിച്ച് പറയാൻ വരുന്നവരാകാം. അവിടെയൊക്കെ അരികിലേക്ക് കർത്താവിനെ കുറിച്ച് പറയാൻ നമുക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഏത് സാഹചര്യത്തിലായാലും ദൈവത്തെ പ്രഘോഷിക്കാൻ നമുക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ്. ആരെങ്കിലും നമ്മളോട് ചൂടാകുന്ന സമയത്ത് ഒന്ന് നിശബ്ദമാകുന്നു, അതൊരു വചന പ്രഘോഷണമാണ്. ഞാൻ രോഗാവസ്ഥയിലാണ്, നമ്മൾ രോഗിയായി കാണാൻ വരുന്ന സമയത്ത് നമ്മുടെ രോഗത്തെക്കുറിച്ച് ഇതിങ്ങനെ വേദനയാണ്, അതാണിത് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ പുകഴ്ത്തി പറയുകയല്ല. ആ സമയത്ത് ആ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊന്ന് സംസാരിച്ചു നോക്കി. വചനം പ്രഘോഷണമാണ്. അങ്ങനെ നിരവധി വഴികളിലൂടെ എനിക്ക് ദൈവത്തെ പ്രഘോഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുക എന്നുള്ളത് ഇത്രയേ ഉള്ളൂ, ഒരു വലിയ സ്റ്റേജ്, അതുപോലെ തന്നെ കുറേ ജനക്കൂട്ടം, അങ്ങനെയാണ് വചനപ്രഘോഷണം എന്ന എല്ലാവരുടെയും ചിന്തയിൽ നിൽക്കുന്നത്. അതല്ല, ജീവിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ ദൈവത്തെ പ്രഘോഷിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലായാലും ഞാൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം.